തിരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ടുള്ള ബി.ജെ.പിയുടെ റോഡ് ഷോയ്ക്കും മഹിളാ റാലിക്കുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് തൃശൂരിൽ. ഉച്ചയ്ക്ക് 2 മണിക്കാണ് കുട്ടനല്ലൂർ ഗവൺമെന്റ് കോളേജ് ഹെലിപ്പാഡിൽ പ്രധാനമന്ത്രി ഇറങ്ങുന്നത്. റിപ്പോർട്ടുമായി ഞങ്ങളുടെ പ്രതിനിധി അബൂബക്കർ ചേരുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് തൃശൂരിലെത്തും. ഉച്ചയ്ക്ക് 2 മണിക്ക് കുട്ടനല്ലൂർ ഹെലിപ്പാഡിൽ ഇറങ്ങുന്ന പ്രധാനമന്ത്രി കാർ മാർഗം തൃശൂർ നഗരത്തിലെത്തും. സ്വരാജ് റൗണ്ടിലെ ജില്ലാ ആശുപത്രി പരിസരത്ത് നിന്ന് റോഡ് ഷോ ആരംഭിക്കും. നായ്ക്കനാൽ വരെ 1.5 കിലോമീറ്റർ റോഡ് ഷോ നീളും. തുടർന്ന് വടക്കുംനാഥ ക്ഷേത്ര മൈതാനിയിൽ നടക്കുന്ന മഹിളാ സംഗമം പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്യും. 2 ലക്ഷം സ്ത്രീകളാണ് മഹിളാ സംഗമത്തിൽ പങ്കെടുക്കുന്നത്. കേന്ദ്രമന്ത്രിമാർ, വിവിധ മേഖലകളിൽ പ്രമുഖരായ വനിതാ പ്രതിനിധികൾ, തൃശൂർ പാർലമെന്റ് മണ്ഡലത്തിൽ ബി.ജെ.പി സ്ഥാനാർത്ഥിത്വം ഉറപ്പിച്ച സുരേഷ് ഗോപി അടക്കമുള്ളവർ സമ്മേളനത്തിൽ പങ്കെടുക്കും. സമുദായ നേതാക്കളുമായുള്ള കൂടിക്കാഴ്ചയും ഒരുക്കിയിട്ടുണ്ട്. 4:30യോടെ സമ്മേളനം സമാപിക്കും. കനത്ത സുരക്ഷയിലാണ് തൃശൂർ നഗരം. 3000 പോലീസുകാരെ സുരക്ഷയ്ക്കായി നിയോഗിച്ചിട്ടുണ്ട്. ഇടവഴികളിലൊന്നും വാഹനം പാർക്ക് ചെയ്യാൻ അനുമതിയില്ല. ജനുവരി അവസാനത്തോടെ രാമക്ഷേത്ര ഉദ്ഘാടനം നടക്കുന്നതിനാലാണ് സുരക്ഷ കർശനമാക്കിയിരിക്കുന്നതെന്നാണ് വിശദീകരണം. ജില്ലാ ആശുപത്രി മുതൽ നായ്ക്കനാൽ വരെ 1.5 കിലോമീറ്റർ നീളുന്ന റോഡ് ഷോയിൽ പ്രധാനമന്ത്രിയെ അഭിവാദ്യം ചെയ്യാൻ പ്രവർത്തകർ റോഡിന് ഇരുവശവും നിൽക്കും. ഇതിനെ തുടർന്ന് 3 മണിക്കാണ് മഹിളാ സമ്മേളനം. മഹിളകൾക്ക് മാത്രമേ സമ്മേളനത്തിൽ പ്രവേശനമുണ്ടാകൂ. മഹിളാ സമ്മേളനത്തിൽ പാർട്ടി പ്രവർത്തകരായ വനിതകൾക്ക് പുറമെ വിവിധ മേഖലകളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച വനിതകളും പങ്കെടുക്കും. നടി ശോഭന, ബീന കണ്ണൻ, ഡോക്ടർ എം.എസ്. സുനിൽ, വൈക്കം വിജയലക്ഷ്മി, ഉമാ പ്രേമൻ, മറിയക്കുട്ടി, ക്രിക്കറ്റ് താരം മിന്നുമണി എന്നിവർ പ്രധാനമന്ത്രിക്കൊപ്പം വേദി പങ്കിടും. വനിതാ സംവരണ ബില്ല് പാസാക്കിയ പ്രധാനമന്ത്രിക്കുള്ള അഭിവാദ്യമാണ് സമ്മേളനം. 200ഓളം മഹിളാ വോളണ്ടിയർമാർ സമ്മേളന നഗരി നിയന്ത്രിക്കും. എന്നാൽ സാമുദായിക നേതാക്കൾ പ്രധാനമന്ത്രിയുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് അനുമതി തേടിയിരുന്നു. തീരുമാനം അനുകൂലമായാൽ വേദിക്ക് പുറകിൽ പ്രത്യേകമൊരുക്കുന്ന PM ഓഫീസിൽ വെച്ചാകും കൂടിക്കാഴ്ച. വൈകിട്ട് 4:30 വരെയാണ് പ്രധാനമന്ത്രി തൃശൂരിൽ ഉണ്ടാകുക.